പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുക, ഞങ്ങൾക്ക് പ്രതിഷേധിച്ചു. പക്ഷെ കയ്യേറ്റം ചെയ്യാന്നുള്ള ശരിയല്ലല്ലോ ജനാധിപത്യം. സമരക്കാരൻ ആക്രമിച്ചു, പിന്നെ ആക്രമിക്കാൻ? ഇപ്പൊ സമരക്കാര് കയ്യേറ്റം ചെയ്തു, കഴുത്തിന് പരിക്കും. ഞാൻ അദ്ദേഹത്തെ കാത്തിവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് കഴുത്തിന് പരിക്ക് പറ്റി. ഈ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അതിപ്പോ ഏതാണ്ട് അങ്ങനെ തന്നെ കാണുന്നത്. മന്ത്രിമാർക്കെതിരെ കരിങ്കൊടിയും സമരവും നടത്തിയ ആൾക്കാരാണ് നമ്മളൊക്കെ അതിന്റെ പ്രൊഡക്ട്സായി വന്ന ആൾക്കാരാണ്. പക്ഷെ ഈ രീതിയിൽ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, അത് അപലപിക്കപ്പെടേണ്ടതാണ്. അഡ്മിറ്റ് ചെയ്യണം. മുഖ്യമന്ത്രി മന്ത്രി വീണ ജോർജിനെ സന്ദർശിക്കാനായി ആശുപത്രിയിലെത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അങ്ങോട്ട് പോരാ ആരങ്ങോട്ട് പോരാ, നിങ്ങൾ കേൾക്കണ്ട, അങ്ങോട്ട് പോരാ, അങ്ങോട്ട് പോരാ. മുഖ്യമന്ത്രി മന്ത്രി വീണ ജോർജിനെ സന്ദർശിക്കാനായി കണ്ണൂരിലെ ആശുപത്രിയിൽ എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. മുഖ്യമന്ത്രി ആശുപത്രിക്കകത്തേക്ക് കയറി പോയിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിയും കണ്ണൂരിൽ തന്നെ ഉണ്ടായിരുന്നു. മന്ത്രി വീണ ജോർജും കണ്ണൂരിലായിരുന്നു. തുടക്കം മന്ത്രി വീണ ജോർജിൻ്റെ രാവിലത്തെ സന്ദർശന സമയം മുതൽ തന്നെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായിരുന്നു. ഇതിനിടയിൽ പ്രതിഷേധക്കാരും CPM പ്രവർത്തകരുമായി ഏറ്റുമുട്ടുന്ന അവസ്ഥയുണ്ടായി. പ്രതിഷേധക്കാർക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. അതിനുശേഷം KSU പ്രവർത്തകരാണ് മന്ത്രി പരിപാടിയെല്ലാം കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്താണ് പൊടുന്നനെ KSUവിൻ്റെ ചില പ്രവർത്തകർ ചാടി വീണത്. അതിനിടയിലാണ് മന്ത്രിക്ക് പരിക്കേറ്റത്. മന്ത്രിയുടെ കഴുത്തിന് ഗുരുതരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നതെന്നാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അറിയിച്ചത്. മന്ത്രിയെ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. SFI സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ RSSന്റെ വിഷയങ്ങൾ പ്രതികരിക്കാതിരിക്കുകയും കൊന്തക്കാടുകൾ ഒളിക്കുകയും ഇത്തരം ന്യായമായ കാര്യങ്ങളെ കണ്ട് കേരളത്തിലെ ആരോഗ്യരംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ആക്രമിക്കാനുള്ള വാഞ്ചന ഇനിയും കേസിലുണ്ടാവും. ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, വടി വെട്ടിക്കൊണ്ടു വരുന്നവർ അടി വാങ്ങിപ്പോകേണ്ട സ്ഥിതി കേരളത്തിനകത്തുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? നിങ്ങൾ മാധ്യമങ്ങളല്ലേ, നിങ്ങളെല്ലാം വാർത്ത റിപ്പോർട്ട് ചെയ്യല്ലേ? അങ്ങനെ ഒരു ചിന്തയുണ്ടോ? കേരളത്തിലെ ആരോഗ്യമന്ത്രി അങ്ങനെ ഒരു അഭിനയത്തിന്, ഇത്രയും ക്യാമറ കണ്ണുകൾ ലൈവായി കേരളത്തിൽ വിജിലന്റായി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു അഭിനയത്തിന് ബുദ്ധിയും ബോധമുള്ള ആരും തയ്യാറാവില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? എന്തും പറയാം. അപ്പൊ ആക്രമിച്ച് അംഗീകരിച്ചു. അപ്പൊ ആക്രമിച്ചതിൽ നിന്ന് ഇനി ജനശ്രദ്ധ തിരികേണ്ടത് ഗീബൽസ് തന്ത്രമാണ്. ഹിറ്റ്ലർ ബൈറ്റ് തന്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോക്താവാണ് കനകോലു. ആ കനകോലു സിദ്ധാന്തത്തിന്റെ ഏറ്റവും പുതിയ രൂപമാണ് ആക്രമിച്ചു കഴിഞ്ഞ് അക്രമത്തിന്റെ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ അതിരൂക്ഷമായ പ്രതികരണം കേരളത്തിലുണ്ടായ ജനങ്ങളിൽ നിന്ന് വരുമ്പോൾ ആ പ്രതികരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അയ്യോ ആക്രമിച്ചു പോയല്ലോ, ഇനി എന്താണ് അടുത്ത വഴി, ഇനി ഇതിനെ എങ്ങനെ ന്യായീകരിക്കും, ആ ന്യായീകരണത്തിന്റെ വഴിയിലൂടെ പോകുമ്പോഴാണ് ഈ പറയുന്ന വാദങ്ങൾ ഉയരുന്നത്. പരമപുച്ഛത്തോടെന്ന് മാത്രമല്ല, അതിശക്തമായ പ്രതിഷേധം കേരളത്തിലെ സാധാരണക്കാരിൽ നിന്ന്, കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് മാത്രമല്ല, ഇടതുപക്ഷക്കാരിൽ നിന്നല്ല, SFIക്കാരിൽ നിന്നല്ല, കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നല്ല, CPMകാരിൽ നിന്നുമല്ല, ഏറ്റവും സാധാരണക്കാരിൽ നിന്ന്. ഈ ആരോഗ്യരംഗത്തിന്റെ ഏറ്റവും വലിയ ഗുണഫലവും ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞല്ലോ, ഈ കേരളത്തിനകത്ത് ആരോഗ്യരംഗത്തെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുണ്ട്. കുറ്റവും കുറവും ഇല്ലാത്ത ഒരു വ്യവസ്ഥയിൽ നമ്മൾ അംഗീകരിക്കണം. ആ വ്യവസ്ഥയിൽ പോലും, ഈ മുതലാളിത്ത വ്യവസ്ഥയിൽ പോലും ഈ ആരോഗ്യരംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുതലാളിമാരാണ്, ഗവൺമെന്റ് അല്ല ഫണ്ട് ചെയ്യേണ്ടതെന്നൊരു നയം രാജ്യത്താകെ സ്വീകരിക്കുമ്പോൾ അതിന് വിഭിന്നമായൊരു നയം സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഈ ഗവൺമെന്റിന്റെ മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി കേരളം ഒറ്റക്കെട്ടായി രംഗത്താണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. SFI സംസ്ഥാന സെക്രട്ടറി ശിവപ്രസാദിന്റെ പ്രതികരണമാണ് കേട്ടത്. എന്തായാലും അതിരൂക്ഷമായ പ്രതികരണമാണ് ഇടതു നേതാക്കളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകുന്നത്. കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് നേരെ അല്ലെങ്കിൽ ഒരു നേതാവിന് നേരെ കായികമായി ഇത്തരത്തിലേക്കൊരു ആക്രമണം ഉണ്ടായിട്ടില്ല. നേരത്തെ സ്പീക്കർ AN ഷംസീർ അടക്കം പറഞ്ഞത്, തങ്ങളടക്കം ഇത്തരം കരിങ്കൊടി പ്രതിഷേധങ്ങളുടെയൊക്കെ പ്രോഡക്റ്റുകളാണ്, പക്ഷേ ഞങ്ങളാരും ഏതെങ്കിലും ഒരു മന്ത്രിക്ക് നേരെ അല്ലെങ്കിൽ നേതാവിന് നേരെ കായികമായി ആക്രമണം നടത്തിയിട്ടില്ല. അത് പ്രതിഷേധത്തിൻ്റെ ഭാഗമല്ല. കായികമായി ആക്രമിക്കാതിരിക്കുക എന്നുള്ളത് സമരക്കാർ ഏറ്റവും ശ്രദ്ധിക്കണം. യാതൊരുവിധ പ്രശ്നങ്ങളും ആരോഗ്യ മേഖലയുമായി ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രിയെ കണ്ണൂരിൽ വെച്ച് KSU ആക്രമിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അതുൽ MC ഉൾപ്പെടെയുള്ള ആളുകൾ, 5ഓളം വരുന്ന ആളുകളാണ് ആക്രമിച്ചിട്ടുള്ളത്.
ആക്രമിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അക്രമം നടന്നിട്ടില്ലെന്നും അത് അഭിനയമാണെന്നും ഉൾപ്പെടെ അഭിപ്രായവുമായി KSUവിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ കടന്നു വരികയാണ്. ചോദിക്കാനുള്ളത്, എന്താണ് വീണ ജോർജ് ചെയ്ത കുറ്റം? ആ കുറ്റത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് യൂത്ത് കോൺഗ്രസ് ഒരു മാർച്ച് നടത്തി, അതിനുശേഷം KSU നടത്തുന്നു, ഇത്തരത്തിൽ ആക്രമിക്കുന്നു. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? എന്ത് കാരണത്തിന്റെ മുകളിലാണ് വീണ ജോർജിനെ ആക്രമിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ ഏറ്റവും ശക്തിയുക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ സംവിധാനം നമ്മൾ ഇന്നിപ്പോൾ എറണാകുളത്താണുള്ളത്. എറണാകുളത്താണ് ഈ കേരളത്തിൽ തന്നെ എറണാകുളം ജില്ലയിലെ ഒരു ജനറൽ ആശുപത്രിയിലാണ് ഒരു കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത്. ഈ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ജനറൽ ആശുപത്രിയിലാണ് നടത്തുന്നത്. ഇങ്ങനെ കഴിഞ്ഞ 5 വർഷത്തിൽ 8000 കോടി രൂപയിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള ഒരു ഇടത് സർക്കാർ, അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള കേരളത്തിലെ ആരോഗ്യ മേഖല ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഘട്ടത്തിലായി 48 അന്വേഷണങ്ങൾ ആരോഗ്യ മേഖലയിൽ മെഡിക്കൽ എററിന്റെ ഭാഗമായി അന്വേഷണ റിപ്പോർട്ട് തേടി വീണ ജോർജിന്റെ പേരിൽ എന്നാണ് വലതുപക്ഷം പറയുന്നത്. അതിൽ 40ഓളം വരുന്നതും സ്വകാര്യ മേഖലയിലെ പ്രശ്നത്തെയാണ്. അതാരും പറയുന്നില്ല, മാധ്യമങ്ങൾ ഉൾപ്പെടെ മറച്ചുവെക്കുന്നു. എന്നാൽ ആ സ്വകാര്യ മേഖലയിലേക്ക് ഒരു ഘട്ടത്തിൽ പോലും വിമർശനം ഉന്നയിക്കാനോ, ഈ കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന വിഷയത്തിൽ ഒരു ഘട്ടത്തിൽ പോലും KSU ഒരു സമരമെടുക്കാനോ, ഏതെങ്കിലും ഘട്ടത്തിൽ KSU ഏതെങ്കിലും ഘട്ടത്തിൽ സംഘപരിവാറിനെതിരെ നിലപാട് പറയാനോ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള അധികാരത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റായ നയങ്ങളെയും നിർലോഭം സഹായിക്കുകയും പിന്തുണയ്ക്കുകയും നിശബ്ദമായി ഇരിക്കുകയും ചെയ്യുന്ന KSU ഇന്നിപ്പോൾ നടത്തുന്നത് ആർക്കു വേണ്ടിയുള്ള സമരമാണ്? SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവിന്റെ പ്രതികരണമാണ് കേട്ടത്. എന്തായാലും SFI നേതാക്കളുടെ ഭാഗത്തു നിന്നും, DYFI നേതാക്കളുടെ ഭാഗത്തു നിന്നും, CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും, മന്ത്രിമാരുടെ ഭാഗത്തു നിന്നടക്കം, മുഖ്യമന്ത്രിയുടെ അടക്കം അതിരൂക്ഷമായ പ്രതികരണം തന്നെയാണ് വരുന്നത്. കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഒരു മന്ത്രിക്ക് നേരെ, ഒരു നേതാവിന് നേരെ കായികമായ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഇതാദ്യമാണ്. മുമ്പ് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിക്കടക്കം അത്തരം ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നത് ഓർക്കുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ആ തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധം ഏതെങ്കിലും മന്ത്രിമാർക്ക് നേരെയോ നേതാക്കന്മാർക്ക് നേരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രതിഷേധമാണ് ഇന്ന് കണ്ണൂരിൽ ഉണ്ടായിരിക്കുന്നത്. കണ്ണൂരിൽ KSU പ്രവർത്തകർ നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിനിടെയായിരുന്നു മന്ത്രിക്ക് പരിക്കേറ്റത്. മുഖ്യമന്ത്രി ഇപ്പോൾ ആശുപത്രിയിൽ മന്ത്രി വീണ ജോർജിനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം, ഔദ്യോഗികമായ പ്രതികരണം ഫേസ്ബുക്ക് വഴി വന്നിരുന്നു. മന്ത്രിയെ സന്ദർശിച്ച ശേഷം മടങ്ങിയെത്തുന്ന മുഖ്യമന്ത്രി പ്രതികരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഔദ്യോഗികമായി അങ്ങനെ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നു. കാരണം ഇടത് മുന്നണിയെ സംബന്ധിച്ച്, ഒരു മന്ത്രിയെ, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് തൻ്റെ മന്ത്രിസഭയിലെ മന്ത്രി കായികമായ ഒരു പ്രതിഷേധത്തിന് ഇരയായിരിക്കുന്നു, അല്ലെങ്കിൽ ആക്രമണത്തിന് ഇരയായിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.